Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഇൻസ്റ്റൻസ് മെറ്റീരിയൽസ് ആൻഡ് മോഡിഫയേഴ്സ് എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D വർക്ക് ഫ്ലോ എൻഹാൻസ് ചെയ്യുന്നതിനാവശ്യമായ ഒരു ഫ്രീ സ്ക്രിപ്റ്റാണിത്. 3D സീനുകളിലെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളിലേക്ക് മറ്റൊരു ഒബ്ജക്റ്റിൽ നിന്നും മെറ്റീരിയൽസിനെയും മോഡിഫയേഴ്സിനെയും കോപ്പി ചെയ്ത് ഇൻസ്റ്റൻസായി യൂസ് ചെയ്യാൻ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. 3D വർക്ക് ഫ്ലോയിൽ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനും അതിലൂടെ ഒരുപാട് ടൈം സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു സീനിലേക്കാണ് ഇൻസ്റ്റൻസ് മെറ്റീരിയൽസ് ആൻഡ് മോഡിഫയർ എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു മോഡലിലേക്ക് മെറ്റീരിയൽ അസൈൻ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ UVW മാപ്പ് സെറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു സെയിം മെറ്റീരിയൽ ബാക്കി ഏത് മോഡലിലേക്കും നമുക്ക് ഈസിയായി അസൈൻ ചെയ്യാനും ആ സെയിം സ്കെയിലിൽ ഇൻസ്റ്റൻസായി യൂസ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി ഇവിടെ കാണുന്ന ഈ ഒരു മാർബിൾ മെറ്റീരിയലാണ് ഇൻസ്റ്റൻസായി കോപ്പി ചെയ്ത് നമ്മൾ ഈ ഒരു TV സ്റ്റാൻഡിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്നത്. ഏത് ഒബ്ജക്റ്റിലേക്കാണോ ഇൻസ്റ്റൻസായി മെറ്റീരിയൽസിനെ അസൈൻ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ടൂൾ ബാറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിൻ്റെ മെറ്റീരിയലാണ് കോപ്പി ചെയ്ത് ഇൻസ്റ്റൻസായി സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ആ ഒരു സെയിം മെറ്റീരിയൽ ഇവിടെ ലഭിച്ചതായി കാണാവുന്നതാണ്. ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ടെക്സ്ചറിന്റെ സ്കെയിലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി UVW മാപ്പ്, കൂടാതെ ഒബ്ജക്റ്റിന്റെ സൈഡ്സ് കർവ് ചെയ്യുന്നതിനായി ചാംഫർ തുടങ്ങിയ മോഡിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ മെറ്റീരിയൽസ്, മോഡിഫയേഴ്സ് തുടങ്ങിയവ ഇൻസ്റ്റൻസായി ലഭിക്കുന്നതിനായി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ മെറ്റീരിയൽസ്, മോഡിഫയേഴ്സ് തുടങ്ങിയവ പിക്ക് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ടെക്സ്ചറിൻ്റെ സ്കെയിലിംഗ് കറക്റ്റായി ലഭിച്ചിരിക്കുകയാണ്. UVW മാപ്പ് എന്ന മോഡിഫയർ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൻ്റെ സ്കെയിലിംഗ് സെയിം ആയി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു മെറ്റീരിയൽ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ മെറ്റീരിയൽസിനെയും മോഡിഫയേഴ്സിനെയും ഇൻസ്റ്റൻസായി കോപ്പി ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാതെയാണ് സ്ക്രിപ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ ഇൻസ്റ്റൻസായി കോപ്പി ചെയ്യുന്നതെങ്കിൽ അതിൽ അസൈൻ ചെയ്തിട്ടുള്ള മോഡിഫയേഴ്സ് ഇല്ലാതെ മെറ്റീരിയൽസ് മാത്രമാണ് ഇൻസ്റ്റൻസായി നമുക്ക് ഇവിടെ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് പിക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്നും അസൈൻ ചെയ്ത മെറ്റീരിയൽസും ഫസ്റ്റ് മോഡിഫയറുമാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് അസൈൻ ചെയ്തിട്ടുള്ള UVW മാപ്പ് എന്ന മോഡിഫയർ മാത്രമാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ ആവശ്യാനുസരണം മെറ്റീരിയൽസ് ഇൻസ്റ്റൻസായി കോപ്പി ചെയ്യുന്നതോടൊപ്പം കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഫസ്റ്റ് മോഡിഫയർ മാത്രമായും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് പിക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിലെ എല്ലാ മോഡിഫയറുകളോടു കൂടിയും കോപ്പി ചെയ്ത് ഇൻസ്റ്റൻസായി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇൻസ്റ്റൻസായി കോപ്പി ചെയ്യുന്നതിലൂടെ UVW മാപ്പ് തുടങ്ങിയ മോഡിഫയറുകളിലോ മെറ്റീരിയൽസിലോ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് നമ്മൾ കോപ്പി ചെയ്ത് അസൈൻ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളിലേക്കും ലഭിക്കുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ മെറ്റീരിയൽ ടെക്സ്റ്റിംഗ് വർക്ക് ഫ്ലോ ഈസി ആക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ 3D സീനിലേക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഏതൊരു മെറ്റീരിയലിനെയും മോഡിഫയേഴ്സിനെയും ഇൻസ്റ്റൻസായി പിക്ക് ചെയ്ത് കോപ്പി ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും H മീഡിയയുടെ വാട്സപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അവിടെ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജ് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്രൈസ് 0 ആയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
നെയിം എ ഫെയർ പ്രൈസ് എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് ഫ്രീ ആയി പർച്ചേസ് ചെയ്യണമെങ്കിൽ നെയിം എ ഫെയർ പ്രൈസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ 0 എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഐ വാണ്ട് ദിസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഈ ഒരു ചെക്കൗട്ട് പേജിലേക്ക് പ്രൊസീഡായി ലഭിക്കുന്നതാണ്. ഇനി ഇമെയിൽ അഡ്രസ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഗെറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഡ്രാഗ് ചെയ്ത് 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സ്ക്രിപ്റ്റിനെ ഒരു ബട്ടനായി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇനി ടൂൾ ബാർസ് എന്ന സെക്ഷനിൽ കാറ്റഗറിയിൽ മൈ സ്ക്രിപ്റ്റ്സ് ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളുടെ സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആക്ഷൻസിൽ നിന്നും ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പ്രൊജക്റ്റുകളിൽ മെറ്റീരിയൽസിനെയും മോഡിഫയേഴ്സിനെയും ഇൻസ്റ്റൻസായി മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.